പ്രമേഹമുള്ള 90% പേരെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ന്യൂറോപ്പതി, പ്രത്യേകിച്ച് പെരിഫറൽ ന്യൂറോപ്പതി, കാലിനെ ബാധിക്കുന്ന പ്രശ്നം. ഈ കാര്യത്തിൽ ഒട്ടേറെ തെറ്റിദ്ധാരണകളുണ്ട്. അത് തിരുത്തിയാണ് വീഡിയോയുടെ ഉദ്ദേശം. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ഫോൺ ചെയ്തു, സാർ എൻ്റെ കാലിന് വേദനയുണ്ട്, കാലിന്റെ മുകളിൽ കറുത്ത പാടുകളുണ്ട്, കാലിന്റെ ചെറിയ മുറിവുകൾ വന്നാൽ പോലും ഭേദമാവണില്ല, 3, 4, 5 മാസം വേണം, എൻ്റെ കാലിന് കടുത്ത ന്യൂറോപ്പതിയാണ്, ഇത് കുറയ്ക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് ചോദിച്ചു. ഇതാണ് ഞാൻ തെറ്റിദ്ധാരണ എന്ന് പറയാൻ കാരണം. വാസ്തവത്തിൽ ഈ കാലിന് കാണുന്നത് ന്യൂറോപ്പതി ഇല്ലാതെ ആൻജിയോപ്പതിയാണ്. പക്ഷെ സാധാരണ നമ്മൾ പറയുമ്പോൾ കാലിന് ന്യൂറോപ്പതിയാണെന്ന് പൊതുവായിട്ട് പറയും. ഡോക്ടർമാർ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം 90% പേർക്കും ആൻജിയോപ്പതിയും ന്യൂറോപ്പതിയും ഒന്നിച്ചാണ് പറയണതെന്നാണ്. ന്യൂറോപ്പതിയുടെ ലക്ഷണം ഇതല്ല. ഒന്ന് വേദന, ഒന്ന് മരപ്പ്, പുകച്ചില്, സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോവുക, ചെരുപ്പ് നൂരിപ്പോലും അറിയില്ലാതിരിക്കുക, മുള്ളൊന്നും കൊണ്ടാൽ അറിയാതെ വരിക, ഇത്തരം ലക്ഷണങ്ങളാണുള്ളത്. വേദന മാത്രമാണ് ന്യൂറോപ്പതിക്കും ആൻജിയോപ്പതിക്കും കോമൺ ആയിട്ടുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും കാരണവും ഒന്ന് തന്നെയാണ്, നിവാരണ മാർഗവും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇനി ഓരോ പ്രശ്നങ്ങളുടെയും കാരണത്തെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. ആൻജിയോപ്പതിയുടെ പ്രധാന കാരണം നമ്മളുടെ രക്തത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലഡിലെ ഷുഗർ കൂടും. ഇതിന്റെ ഫലമായിട്ട് ബ്ലഡിലെ പ്രധാന ഘടകമായിട്ടുള്ള ഹീമോഗ്ലോബിനിൽ ഷുഗർ പറ്റിപ്പിടിക്കും. നമ്മളിപ്പോ HbA1c 7 ആണ്, 8 ആണ്, 10 ആണെന്ന് പറയാറുണ്ട്. 7 ആണെന്ന് പറഞ്ഞാല് നമ്മളുടെ ഹീമോഗ്ലോബിനിൽ 7% ഷുഗർ പറ്റിപ്പിടിച്ച ഗ്ലൈക്കേഷൻ എന്ന് പറയും, ഗ്ലൈക്കോസ്ഡ് ഹീമോഗ്ലോബിൻ. ഇങ്ങനെ ഗ്ലൂക്കോസ് പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ വലിപ്പം വർദ്ധിക്കും, ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ കുറയാൻ തുടങ്ങും. പ്രധാനമായിട്ട് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും ബ്ലഡിന്റെ. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് വളരെ ചെറിയ ഞരമ്പുകളിലേക്ക് അത് പ്രവേശിക്കാൻ തടസ്സം ഉണ്ടാകും. നമ്മളുടെ ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ രക്തക്കൊഴലും അവസാനിക്കുന്നത് നമ്മളുടെ സെല്ലുകളിലാണ്. സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നതും ഓക്സിജൻ കിട്ടുന്നതും ഡിഫൻസ് ഫോഴ്സ് എത്തിച്ചേരുന്നതും തിരിച്ച് ടോക്സിൻ മൂവ് ചെയ്യുന്നതും ബ്ലഡിലൂടെയാണ്. അപ്പൊ ഈ ബ്ലഡ് കൃത്യമായിട്ട് കിട്ടാവുന്ന സംഭവിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ സെല്ലുകളെ ബാധിക്കും. അതിന്റെ ഫലമായിട്ട് സെല്ലുകളുടെ ആരോഗ്യം കുറയും, സെല്ലുകളുടെ ആയുസ് കുറയും, സെല്ലുകൾ നശിക്കാൻ തുടങ്ങും. ഇതിന്റെ ഫലമായിട്ട് കറുത്ത പാടുകൾ കാണുന്നത്. ഈ കറുത്ത പാടുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ സെല്ലുകളെല്ലാം ഡെഡായി പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് ന്യൂറോപ്പതിയും കാരണം. രക്തക്കൊഴലുകൾ ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്നെങ്കിൽ നാടുകൾ നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് തലച്ചോറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതും ഓരോ സെല്ലുകളും അവസാനിക്കുക ചെയ്യണത്. നാടുകളിലെ പ്രധാന നർമ്മം എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. സിഗ്നൽ ട്രാൻസ്മിഷൻ ആണ്. ഇതിന് തടസ്സം നേരിടും. അതിന്റെ കാരണം രക്തക്കൊഴൽ അടഞ്ഞു പോണതാണ്. ഓരോ നാടികളുടെ അടുത്ത് കൂടിയിട്ട് രക്തക്കൊഴൽ പോകുന്നുണ്ടാവും. ഈ നാടികളുടെ നാശത്തിന് കാരണവും രക്തക്കൊഴലുകളുടെ നാശമാണ്. നാടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നതും ഓക്സിജൻ കിട്ടുന്നതും രക്തക്കൊഴലിൽ നിന്നാണ്, രക്തത്തിൽ നിന്നാണ്. രക്തക്കൊഴൽ അടഞ്ഞു കഴിഞ്ഞാൽ നാടികൾക്ക് ബ്ലഡ് കിട്ടാതെ വരും. ഇതിന്റെ ഫലമായിട്ട് നാടികൾക്കും ആരോഗ്യക്ഷയം ഉണ്ടാവും, അവയുടെ നാശത്തിന് കാരണമായി തീരും. രക്തക്കൊഴൽ നശിച്ചുപോയാൽ നമുക്ക് ഒരു പരിധിവരെ വീണ്ടും ശരിയാക്കി എടുക്കാൻ സാധിക്കും. നാഡികൾ പോയാൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. കാരണം നാഡീ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ന്യൂറോപ്പതി വളരെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ കഴിഞ്ഞാലും അതിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കാത്തത്. ഇതിന് ഡോക്ടർമാരും ആശുപത്രി മരുന്നിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രോഗം വരാതെ നോക്കുക ചെയ്യേണ്ടത്. നമുക്ക് പ്രമേഹമുണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ന്യൂറോപ്പതി മനസ്സിലാക്കണം. കാരണം നമ്മളുടെ ബ്ലഡില് ഉയർന്ന തോതിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാവാം. ഇത്തരം സാധനങ്ങൾ ഒഴുകി രക്തക്കൊഴലുകൾക്ക് നാശം ഉണ്ടാവും. അതിന്റെ ഉള്ളിലുള്ള ലെയറിന് എൻഡോത്തീലിയൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അതുപോലെ സ്റ്റിഫൻസ് വരും, പരിപരുത്ത തലങ്ങളാവും. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും. ഇതിന്റെ ഫലമായിട്ടാണ് രക്തക്കൊഴൽ അടഞ്ഞു പോണത്. അതുകൊണ്ട് ഇത് വരാതെ നോക്കുകയാണ് ഏറ്റവും ബുദ്ധി. പലരും പറഞ്ഞേക്കാം, സാർ എൻ്റെ കാലിൽ മരപ്പൊന്നുമില്ല, പുകച്ചിലില്ല, വേദന ഇല്ല, കറുത്ത പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാം. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഇത് വരാൻ വേണ്ടി കാത്തിരിക്കണം എനിക്ക് പറയാനുള്ളത്. കാരണം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കല് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് 2 വഴിക്കാണ് ശ്രദ്ധിക്കേണ്ടത്. വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ന്യൂറോപ്പതി ബാധിച്ച ആളുകള് ഇനി അത് വർദ്ധിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ചിന്തിക്കാം നമുക്ക്. ഒന്ന്, ബ്ലഡിലെ ഉയർന്ന തോതിലുള്ള ഷുഗർ ആണ് ഇതിന് കാരണം. അതിന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ കുറയ്ക്കുക. ഇൻസുലിൻ എടുത്തോ ഗുളിക കഴിച്ചോ ബ്ലഡിലെ ഷുഗറിനെ കുറച്ചിട്ടും മാത്രം കാര്യമില്ല. ഇങ്ങനെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോവുകയും ട്രീറ്റ് ചെയ്ത് ബ്ലഡിലെ ഷുഗറിന്റെ കൺട്രോളിങ് നിർത്തുന്നവർക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മരുന്ന് കഴിച്ചുള്ള കൺട്രോളിങ്
ഒരു കൺട്രോളിംഗ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഹാരത്തിലൂടെ, ശരിയായ ഡയറ്റിലൂടെ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കണം. അതായത് ഒരു മീഡിയം കാർബ് ഫുഡിലേക്കോ ലോ കാർബ് ഫുഡിലേക്കോ വന്നിട്ട് സ്വാഭാവികമായിട്ട് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുക. അതാണ് ഒന്നാമത് ചെയ്യാനുള്ളത്. രണ്ടാമത് ചെയ്യേണ്ടത് ശരിയായ ബ്ലഡ് സർക്കുലേഷൻ നിലനിർത്തുക, ഞരമ്പുകളുടെ ആരോഗ്യം നിലനിർത്തുക. അതിന് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത് ചെയ്യേണ്ടത് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഞരമ്പുകൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിൽ വീണ്ടും ആ ഞരമ്പുകൾ തുറക്കില്ല. അതുപോലെ ഓക്സിജന്റെ സപ്ലൈ കൃത്യമായിട്ട് നടക്കില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം ആവശ്യമാണ്. അതിനുവേണ്ടി ശ്വാസ വ്യായാമങ്ങള്, ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മളുടെ ഞരമ്പുകളെ നാടുകളിലെ ആരോഗ്യത്തെ നിലനിർത്താനും അതുപോലെ കൂടുതൽ കേടാകാതിരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ മരുന്നുകൊണ്ട് മാത്രം ന്യൂറോപ്പതിയെ തടഞ്ഞു നിർത്താമെന്ന് വിചാരിക്കരുത്. കാരണം ന്യൂറോപ്പതിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇത്തരം കാര്യങ്ങളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത്. ധാരാളം പേര് ഈ കോഴ്സിൽ പങ്കെടുത്ത് അവരുടെ ന്യൂറോപ്പതി കുറച്ചുകൊണ്ടാൻ സാധിച്ചിട്ടുണ്ട്, മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.